ഷിജോ, വലിയ UDF പ്രവർത്തകരുടെ വലിയ ബാഹുല്യമുണ്ടായിരുന്നു ആ പുതുയുഗയാത്രയുടെ സമാപന വേദിയിൽ. അവിടെയാണ് ഇത്രമാത്രം കൃത്യമായ ചില നിലപാടുകൾ കോൺഗ്രസ് നേതാക്കൾ, ഒപ്പം തന്നെ രാഹുൽ ഗാന്ധി അടക്കമുള്ള നേതാക്കൾ ഇവിടെ നടത്തിയത്. ഇപ്പോൾ അതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ ഇപ്പോൾ ദിലീപ് കുമാർ നൽകി കഴിഞ്ഞു. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഉണ്ടായിരുന്നു ആ പ്രസംഗത്തിൽ. അത് UDF നേതാക്കൾക്കെതിരെയുള്ള, അല്ലെങ്കിൽ അവരെ ലാക്കാക്കിയുള്ള ഒരു ഒളിയമ്പായിരുന്നു. ഒറ്റയ്ക്ക് നിന്നാൽ അല്ല നല്ലത്, അത് സംഘമായി പോകുന്നതാണ്. ഇത് ജനങ്ങളുടെ അഭിപ്രായമാണ്, ജനങ്ങൾക്ക് വേണ്ടി ഞാൻ ആ രീതിയിലുള്ള രാഷ്ട്രീയ ഉപദേശം നൽകുന്നു എന്നുകൂടി പറയുകയായിരുന്നു രാഹുൽ ഗാന്ധി അവിടെ. അതിനോട് എങ്ങനെയാണ് പ്രവർത്തകർ പ്രതികരിച്ചത്? പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച പുതുയുഗയാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി നിരവധിയായിട്ടുള്ള കാര്യങ്ങളാണ് പരാമർശിച്ചത്. നേരത്തെ ദിലീപ് കുമാർ പറഞ്ഞതുപോലെ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കെതിരെ കൃത്യമായിട്ടുള്ള നിലപാടുകൾ പറഞ്ഞു തുടങ്ങുന്നു. അതിനകത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെയും പരാമർശിച്ച് അതിരൂക്ഷമായിട്ടുള്ള വിമർശനം നടത്തുന്നു. അതിനിപ്പുറത്തേക്ക് വരുമ്പോൾ സംസ്ഥാന മുഖ്യമന്ത്രിയെയും സംസ്ഥാന സർക്കാരിനെയും CPM-നെയും അതിരൂക്ഷമായിട്ടുള്ള ഭാഷയിൽ കടന്നാക്രമിക്കുന്നു. അങ്ങനെ അതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങിയ രാഹുൽ ഗാന്ധി ഏറ്റവും ഒടുവിൽ അദ്ദേഹത്തിന്റെ പ്രസംഗം അവസാനിപ്പിച്ചത് സംസ്ഥാന കോൺഗ്രസ് നേതൃത്വത്തോട് കൃത്യമായിട്ടുള്ള ഒരു സൂചന നൽകിക്കൊണ്ടാണ്. ഈ രീതിയിൽ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല, കൃത്യമായിട്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകണം, ഒറ്റയ്ക്ക് നിന്നിട്ട് കാര്യമില്ല. സംഘനൃത്തം ചെയ്യുമ്പോഴാണ് അതിന് കൂടുതൽ കയ്യടിയും കൂടുതൽ നന്നാവുകയും ചെയ്യുക. സംഘനൃത്തം ചെയ്യുമ്പോഴാണ്, അതല്ലാതെ ഒറ്റയ്ക്ക് മോഹിനിയാട്ടം കളിച്ചിട്ട് മാത്രം കാര്യമില്ല. മോഹിനിയാട്ടമൊക്കെ നല്ലതാണ്, പക്ഷേ സംഘനൃത്തം ചെയ്യുമ്പോൾ കിട്ടുന്ന കയ്യടിയും സ്വീകാര്യതയും മോഹിനിയാട്ടത്തിന് കിട്ടുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങൾ നമ്മൾ ആത്മപരിശോധന നടത്തണം എന്നുള്ള രീതിയിലുള്ള ഒരു പ്രതികരണം രാഹുൽ ഗാന്ധി നടത്തിയിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന ആസന്നമായിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കോൺഗ്രസ് നേതൃത്വത്തിനിടയിൽ തന്നെ പല കാര്യങ്ങളിൽ ഭിന്നാഭിപ്രായമുണ്ട്. അപ്പോൾ പലരും അവരുടേതായിട്ടുള്ള ഇഷ്ടത്തിനനുസരിച്ചുകൊണ്ട് പല കാര്യങ്ങളും ചെയ്യാറുണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് വേണ്ടിയാണ് താൻ ഇക്കാര്യങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നയിച്ച പുതുയുഗയാത്രയിൽ തന്റെ പ്രസംഗം അവസാനിപ്പിച്ചത്. ഇതിനകത്ത് അദ്ദേഹം പറഞ്ഞൊരു കാര്യം, ഒറ്റക്കെട്ടാണ് നിൽക്കുക, സംഘമായി ചേർന്ന് നിന്നുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുക, തന്നെ വഴക്ക് പറഞ്ഞ കാര്യമില്ല, താൻ ജനങ്ങൾക്ക് വേണ്ടിയാണ് കാര്യങ്ങൾ പറയുന്നത് എന്നുള്ളൊരു കാര്യമാണ് രാഹുൽ ഗാന്ധി തന്റെ പ്രസംഗത്തിൽ പറഞ്ഞത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.